ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഗ്നാൻ ഗട്ട്. ഇന്നെനിക്ക് ഒട്ടും സൗണ്ടില്ല കേട്ടോ. എൻ്റെ സൗണ്ട് മുഴുവൻ പനി പിടിച്ചു. എനിക്ക് പനിയായിട്ട് വന്നിട്ടില്ല, പക്ഷേ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പോയിരിക്കുകയാണ്. ഞാൻ എന്താ മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറി കുറച്ച് മെഡിസിൻസൊക്കെ മേടിച്ചു. പിന്നെ രാവിലെ തന്നെ ഒരു സ്ട്രിപ്സിൽസ് കഴിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത് കേട്ടോ. ഞാൻ എന്താ ലൊക്കേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചകളിലൊന്നാണിത്. നമ്മുടെ ഉണ്ണിമോൾ അയ്യപ്പന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഇവിടെ മേക്കപ്പ് മാനാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അങ്ങനെ ഒരുപാട് മേക്കപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അയ്യപ്പൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചു. പക്ഷേ ആൾക്ക് തന്നെ ചെയ്യാനായിട്ട് വലിയ പിടിയില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിമോളാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തും മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഓൾറെഡി ഒരു ക്ലാസ്സൊക്കെ എടുത്തായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവനത് തെറ്റി ചെയ്തുകൊണ്ട് അവൾ വീണ്ടും വന്നിരുന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ് ശരിക്കും. അതായത് നമ്മുടെ അയ്യപ്പൻ, വാവർ, ഉണ്ണിമോൾ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര ഒരു വലിയ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ആരുടെ ബർത്ത്ഡേ? ശ്രീദേവ് കുട്ടന്റെ. ശ്രീദേവ് ഡ്രസ് ചേഞ്ച്. ഇവിടെ വേറൊരാൾ നോക്കി. ആരാണത്? താരയുടെ ശരിക്കുള്ള പേരുണ്ട് അക്ഷിത. രണ്ട് കോമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ബ്രേക്കായി, ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിച്ചിട്ട് പാൻറ് മാറുക. പരിചയപ്പെടുത്തി കൊടുക്കൂ. താരയുടെ ശരിക്കുള്ള പേര് പറ. അക്ഷിത. എൻ്റെ ശരിക്കുള്ള പേര് അഖില. ഇത് അക്ഷിത. എല്ലാം നമ്മുടെ ഫാൻസ്. അസൂയ ചേച്ചിയുടെ ഫാൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഫാൻസ് ആയിട്ടുണ്ട്. ബർത്ത്ഡേ ബോയ് വാ. കേക്ക് എത്തിയോ? എവിടെ അസൂയ ചേച്ചി? ബർത്ത്ഡേ ബോയ്ക്ക് ഒരു വിഷസ് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. സോറി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ. നീ കറക്റ്റ് പാട്ട് പാടുമ്പോ വീഡിയോ എടുക്കാൻ നോക്കും ചേച്ചി. ഇപ്പൊ തന്നെ ഞാൻ വൈറലായി അവ ഫേമസ് ആയത്. നമ്മളിന്ന് കേക്ക് മുറിക്കും. ബർത്ത്ഡേ ബോയ് ഹായ് പറഞ്ഞ് ആദ്യമായിട്ട് കാണുന്ന യൂട്യൂബ് ചാനല്. ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ബോയ്ക്ക് ചാനലൊക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബില്. ശ്രീദേവ് പ്രദീപ്. സബ്സ്ക്രൈബ്, ലൈക്ക്, സബ്സ്ക്രൈബ്. അതെന്ത് ഷെയർ? ലൈക്ക്, ഷെയർ. ഇത് അസൂയ ചേച്ചിയുടെ ബാക്ക് സൈഡ് ഓഫ് വീട്. അല്ല, ഇതാ ഫ്രണ്ട് സൈഡ്. അസൂയ ചേച്ചിയുടെ വീട്. ഈ വീടിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീട് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും. കാരണം ഒരുപാട് സിനിമകളിലും സീരിയലുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ 2 പോർഷൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് താരമോളുടെ വീടാ. അയ്യപ്പന്റെ വീടല്ല, അയ്യപ്പന്റെ വീട് ശബരിമല. ഞങ്ങളുടെ 3 പേരും വീട്. നിങ്ങൾ ചോദിക്കും എന്റെ വീട് ഏതാണ്? അത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. പടിപ്പുര വീട് പാർട്ട് 1 പാർട്ട് 2. അയ്യപ്പൻ വീടില്ല. അയ്യപ്പൻ ശബരിമലയില പന്തളം. ഇല്ല, പന്തളത്തിലാണ് ശബരിമലക്ക് പോയി. നമുക്ക് അടുക്കള അതേ അവസ്ഥ പറഞ്ഞു. ഡാൻസ് കളിച്ചിട്ട് എനിക്ക് പാട്ട് ഡാൻസ് കളിയത്. ഇത് ക്ലാസിക് ഡാൻസ് ആണോ? പാമ്പ് അത് ഒറിജിനലാ. ഒറിജിനൽ അല്ല. ധർമ്മക്കോള് കേക്ക് വന്നു. അല്ല നീ പോണോ? അല്ല കേക്ക് ഇപ്പൊ പോവല്ലോ.
ഫസ്റ്റ് കൊച്ചിന് നമ്മുടെ ശ്രീദേവി കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുവാണ്. ഇവിടെ അയ്യപ്പനും ഉണ്ണിമോളും മാത്രം കേക്ക് കഴിക്കില്ല. കാരണം ഉണ്ണിമോൾക്ക് മൈദ അലർജിയാണ്. അപ്പോൾ അവൾ മൈദയുള്ള ഒന്നും കഴിക്കില്ല. അയ്യപ്പനാണെങ്കിൽ എന്ന് മാളികപ്പുറത്തിൽ അവൻ അയ്യപ്പൻ്റെ വേഷം അഭിനയിച്ചു തുടങ്ങി അന്ന് മുതൽ നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. സോ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം നമ്മൾ വേറെ അവർക്ക് കഴിക്കാൻ പറ്റുന്നതിൽ കേക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. കേക്ക് മുറിക്കുന്നു, കേക്ക് കൊടുക്കുന്നു, കേക്ക് കഴിക്കുന്നു, അങ്ങനെ ഭയങ്കര ഒരു ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനും അതിനിടയിൽ നിന്ന് ഒരു ചെറിയ പീസ്, ചെറുതല്ല, ഒരു പീസ് കേക്ക് എടുത്തു കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ കേക്കായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പാവം നമ്മുടെ ശ്രീദേവിൻ്റെ മുഖം നോക്കും. അവനിനി ഇതെല്ലാം കഴുകി കണ്ടിട്ടുണ്ട് ഇനി ഷൂട്ടിന് ഇരിക്കാനായിട്ട്. ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ, കേക്ക് കട്ടിങ്. ഞാൻ ഇതിൽ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. ചപ്പാത്തിയും കറികളും. നമുക്ക് നോൺ വെജ് ഇല്ല, വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉണ്ണിമോള് കഴിക്കുന്നു. അതെ, നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ അയ്യപ്പൻ ചോറ് വേണ്ടാന്ന് വെച്ച് ആൾക്ക് എഗ്ഗ് ചേർക്കാത്ത കേക്ക് മേടിച്ചിട്ടുണ്ട്. ആൾ അതാട്ടോ കഴിക്കണം, പാവം. ഫോർ ഷൂട്ടിംഗ് ഉള്ളി അകത്ത് പോകണം. ഫോർ ഷൂട്ടിംഗ് ഉള്ളി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് സീൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യത്തെ സീനിൽ ലാൽ ചേട്ടനും ഈ കുട്ടിയും കൂടെ ഉള്ളതാണ്. ഈ കുട്ടി നമ്മുടെ താരമുള്ള ചെറുപ്പകാലമാണ് ചെയ്യുന്നത്. അപ്പോൾ ആളെനിക്ക് തോന്നുന്നു ചെറിയ ആളാണ്, ഫസ്റ്റ് ടൈമോ മറ്റോ ആണ് ഷൂട്ടിന് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കത്ര പരിചയമില്ല ഇവിടെ ഒന്നും. അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലാണ്, ക്യാമറയുടെ മുമ്പിൽ നിൽക്കില്ല. സീൻ എന്ന് പറയുന്നത് ആൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ലാൽ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ബോൾ കളിച്ചാൽ മതി. പക്ഷേ ലാൽ ചേട്ടനുമായിട്ട് അവൾ ഒട്ടും അടുക്കണില്ല. ഭയങ്കര വഴക്കും, കളിക്കും, പക്ഷെ വേറെ സ്ഥലത്ത് നിന്നിട്ടൊക്കെ കളിക്കുന്നത്. ആളുടെ അമ്മയാണ് കൂടെ നിൽക്കുന്നത്. എല്ലാവരും പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നൊന്നുമില്ല. ഭയങ്കര ഒരു പേടി ഉണ്ടാവും. ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് പരിചയമില്ലാത്ത ആളുകളോട് അടുക്കാനുള്ളൊരു പേടിയാണ് കുഞ്ഞാവയ്ക്ക്. പക്ഷെ ഇനി ഇതല്ല ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. ഇവളിങ്ങനെ കിണറിൻ്റെ മേളിൽ നിന്നിങ്ങനെ നോക്കുന്നതും ലാൽ ചേട്ടൻ അവിടെ നിന്ന് ഇവളെ എടുത്തുകൊണ്ട് ഓടി വരുന്ന സീനുണ്ട്. ആ സീൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോയി. കാരണം അവൾ പ്രതീക്ഷിച്ചില്ല ഇവളിങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു കിണറിൻ്റെ മേളിൽ നിന്ന്. ആ സീൻ എടുത്തപ്പം കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കൊച്ചിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം പേടിച്ചു പോയിട്ടാണ്, അത്രയും പേടിച്ചു പോയ ആള്. ഞാൻ നോക്കുമ്പോ മോളിതാ അതിന്റെ മോളിൽ ഇരിക്കുമായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ പരദേവതേ, മോൾ എന്തിനാ അതിന്റെ മോളിൽ കയറിയത്? നോക്കി ഇങ്ങോട്ട്, നിങ്ങൾ നോക്കി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വിനോദേ സമയം എത്രയാണെന്ന് അറിയാം? സമയം 2:27. ഉച്ചക്കല്ല കേട്ടോ, രാത്രിയിൽ 2:27. ഉറങ്ങണം. തീർന്നിട്ടില്ല. അവരൊക്കെ പോയി, പിള്ളേരെല്ലാവരും പോയി, കുട്ടികളെല്ലാവരും പോയി. വലിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ തീർന്നാൽ പോകാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങണില്ല. അതെ, ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങണില്ല. ഞങ്ങൾക്ക് 5:15 വീട്ടിൽ പോകാനായിട്ട് ട്രെയിൻ. ഇവിടെ നിന്ന് നേരെ പോവുക, റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക, പോവാം. കാരണം ഇത് തീർന്നിട്ടില്ല, ഇനിയും സമയമുണ്ട്. എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് ഉറങ്ങുക, കാണിച്ചു തരാം. ഇത് കണ്ടോ, എല്ലാവരും ഉറക്കമായിട്ടോ. ഷൂട്ട് അവിടെ ഇല്ലാത്ത സമയത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെറുതായിട്ട് വന്ന് കിടന്നൊന്ന് കണ്ണടച്ചുറങ്ങുന്നതാണ്. കാരണം എല്ലാവരും അത്രയും ടയേർഡാണ്.
അത്രയും മടുത്ത് നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സീൻ കേട്ടോ. ഇതോടുകൂടി തീർന്നു. ഈ ഷെഡ്യൂളിലെ ഷൂട്ട് നമുക്ക് തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂളേ ഉള്ളൂ. ഇതിപ്പോൾ സമയം 4 മണിയായി. വെളുപ്പിന് 4 മണിക്കാണ് നമ്മൾ ഈ സീൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിനകത്തല്ല, ഇത് ഔട്ട്ഡോർ ഒരു റോട്ടിലാണ്. ആ ഫ്രണ്ടിൽ തന്നെ റോട്ടിലാണ്. അതായത് ഇത് ഉണ്ണിമോളുടെ അച്ഛനെ എൻ്റെ കാറ് ഇടിക്കുന്നതായിട്ടൊരു ആക്സിഡൻറ്റ് സീനുണ്ട്. ആ സീനാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത്. ഇതോടുകൂടി തീർന്ന് ഇന്നത്തെ ഷൂട്ട്. നമ്മൾ വെളുപ്പിന് 6 മണിയായപ്പോൾ റൂമിൽ നിന്ന് വന്നതാണ് കേട്ടോ. 6 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ദേ വെളുപ്പിന് 4 മണിക്ക് നമ്മൾ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം വെളുപ്പിനെയായി. നമുക്ക് 4:30 ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകും കേട്ടോ. പാക്കപ്പ് ആവും. ഇനിയിപ്പം ആക്സിഡൻറ്റ് സീനും കൂടി ഉള്ളൂ. എല്ലാവരും അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ഷൂട്ടിൽ നിൽക്കുന്നത്. ശരിക്കും മടുത്തു. അങ്ങനെ ആളെ വണ്ടി ഇടിക്കുന്ന സീൻ എടുത്തു കേട്ടോ. ഇതോടുകൂടി നമുക്ക് ഷൂട്ട് തീർന്നു. ഈ ഒരു സീനോടുകൂടി നമുക്ക് പാക്കപ്പ് പറഞ്ഞു. കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. 4:30 ഷൂട്ട് കഴിഞ്ഞു. എനിക്ക് 5:15 ട്രെയിൻ. ഞാൻ ഓടി റൂമിൽ പോയി ലഗേജൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു. ഇപ്പോൾ ഒന്ന് വെട്ടമൊക്കെ വന്നപ്പം നിങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എടുത്താട്ടെ വീഡിയോ. ഞാനും ഉണ്ട്, അമ്മയുണ്ട്. അമ്മയും ശരിക്കും അടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഉറക്ക ചടവിലിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്